പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSC 2024 ഡിസംബറിൽ പ്രഖ്യാപിക്കാനായിട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇത് കേരള PSCയുടെ യോഗ തീരുമാനത്തിനകത്ത് വന്നിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് ഡിസംബർ 31 വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ പോലീസിന്റെ WCPO വരുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. WCPO വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അല്ലെങ്കിൽ IRB വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ HSA സോഷ്യൽ സയൻസ് ഒഴികെയുള്ള ബാക്കി നോട്ടിഫിക്കേഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കുക. അപ്പോൾ WCPO അല്ലെങ്കിൽ വിമൻ സിവിൽ പോലീസ് ഓഫീസർ വന്ന സ്ഥിതിക്ക് എന്തായാലും സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ 2025 ജനുവരിയോടുകൂടി തന്നെ CPOയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ 2024 ഡിസംബർ 16 ചേർന്ന യോഗ തീരുമാനത്തിനകത്ത് പറയുന്നത് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, ഭാരതീയ ചികിത്സാ വകുപ്പിലേക്കുള്ള സോഷ്യലിസ്റ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള പ്ലാനിംഗ് വിങ്ങിലേക്കുള്ള അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള ഗ്രൂപ്പ് 3 സിവിൽ വിങ്ങിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഹയർ സെക്കൻഡറി കണ്ടല്ലോ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോ HSSTയുടേതാണ്. HSSTയുടെ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെത് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വകുപ്പിലേക്കുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചർ ജൂനിയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കുള്ളതും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്കുള്ളതും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്കുള്ളതും സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പിലേക്കുള്ളതും വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസിലേക്കുള്ളതും എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസിലേക്കുള്ളതുമായിട്ടുള്ള അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നീ തസ്തിക എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന വിവിധ മികച്ച വകുപ്പുകളിലേക്കുള്ള അസിസ്റ്റൻസിനെയാണ് നിലവിലെടുത്തിട്ടുള്ളത്. അപ്പോൾ PSCയിലൊക്കെ ജോലി വേണമെന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോഴേ ഒന്ന് പഠിച്ചു തുടങ്ങുക, നമുക്കും കയറാം കേരള PSCയിലോട്ട് അല്ലേ. അടുത്ത് വരുന്നത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ്, പൊതുമരാമത്ത് വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർസിയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായിക പരിശീലന വകുപ്പിലേക്കുള്ള കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനർ വരുന്നുണ്ട്. പുരാവസ്തു വകുപ്പിലേക്കുള്ള ഫോട്ടോഗ്രാഫർ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും കേരള പോലീസ് വകുപ്പിലേക്കുള്ള വിമൻ പോലീസ് കോൺസ്റ്റബിൾ കണ്ടല്ലോ, വുമൺ പോലീസ് ബറ്റാലിയനിലേക്കുള്ളത് സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ് കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ CPO വരുമ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആണ്. കേരള പോലീസിന്റെ വിമൻ പോലീസ് വരുമ്പോൾ സ്റ്റേറ്റ് വൈഡ് ആണ്. അതുപോലെ തന്നെ പോലീസിലേക്കുള്ള ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ റെഗുലർ വിങ്ങിന്റെ പോലീസ് വകുപ്പിലേക്കുള്ള കോൺസ്റ്റബിൾസിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിലവില് നമ്മുടെ ചാനലില് ഈ പറയുന്ന WCPOയുടേതും അതുപോലെ തന്നെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റേതുമായിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. പുതിയ ബാച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും 996111699272. അപ്പോൾ ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക. ഏതാണ് വേണ്ടത്, ഏത് ഫോഴ്സ് ബാച്ച് ആണ് വേണ്ടത് എന്നുള്ള കാര്യം ഒരു മെസ്സേജ് അയക്കുക. അപ്പോൾ നിലവിൽ നമ്മുടെ ചാനലിൽ റൺ ചെയ്യുന്ന ഫോഴ്സ് ബാച്ചുകൾ ഇതൊക്കെയാണ്. ഒന്ന് നമ്മുടെ CPO അതുപോലെ തന്നെ WCPO ഡ്രൈവർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 700 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള സെയിം നമ്പർ തന്നെയാണ്. ഫയർഫോഴ്സിന്റെ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. 400 രൂപയാണ് പേയ്മെന്റ്. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ തന്നെയാണ്. അപ്പൊ ഏത് ബാച്ചാണ് വേണ്ടത്, ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇത് 4 നിങ്ങൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ 999 രൂപയാണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. അപ്പൊ ഏത് ബാച്ചാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ പോലീസ് അതുപോലെ തന്നെ WCPO ബാച്ചാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 2025 ഉണ്ടാവും. അപ്പൊ ആ ബാച്ചാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യവും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഒന്നിനും മെസ്സേജ് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് നിങ്ങൾ അയക്കുക. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട്, അതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്ലാസ്സുകളും നിലവിൽ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ബാച്ചുകൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ റൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഏത് ബാച്ച് ആണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയ ബാച്ചുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്താൽ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള സിവിൽ വിങ്ങിലേക്കുള്ള ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ വിളിക്കുന്നുണ്ട്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട്. ശിശു വികസന വകുപ്പിലേക്കുള്ള കെയർ ടേക്കർ വിളിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷനിലേക്കുള്ള ടെക്നീഷ്യൻ, അങ്ങനെയുള്ള തസ്തികൾ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ECG ടെക്നീഷ്യൻ വിളിക്കുന്നുണ്ട്. കേരളത്തിലെ സഹകരണ മേഖലയിലെ അപ്പൻഡിക് സൊസൈറ്റീസിലേക്കുള്ള ജനറൽ സൊസൈറ്റി കാറ്റഗറി വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ഇലക്ട്രിക്കൽ മെക്കാനിക്, കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലേക്കുള്ള എഞ്ചിനീയർ, അതുപോലെ തന്നെ മീറ്റ് പ്രോഡക്ട്സിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ, കേരള കരകൗശല വികസന വകുപ്പിലേക്കുള്ള കാഷ്യർ വിളിക്കുന്നുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികളിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നിലവിൽ നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിനകത്ത് വിളിക്കുന്നത്. എന്നാലും നമുക്ക് ബാക്കി നോക്കാം. ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരാൻ പോകുന്നത് HSA നോട്ടിഫിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ ഇതിനകത്ത് നമുക്ക് സോഷ്യൽ സയൻസ്, HSA സോഷ്യൽ സയൻസ് നിലവിൽ വിളിച്ചിട്ടില്ല. പക്ഷേ വിളിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലല്ല. 2025 ജനുവരി ആ ഒരു സമയത്ത് തന്നെ HSA സോഷ്യൽ സയൻസും വിളിക്കുക തന്നെ ചെയ്യും. കാര്യം HSA എക്സാംസ് എല്ലാം സ്വാഭാവികമായിട്ട് ഒരുമിച്ചാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വിവിധ ജില്ലകളിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം വിളിക്കുന്നുണ്ട്. പാലക്കാട് കാസർഗോഡ് ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തസ്തിക മാറ്റം മുഖേനയുള്ളത് വിളിക്കുന്നുണ്ട്. HSA മലയാളം വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, HSA ഇംഗ്ലീഷ്, HSA ഹിന്ദി, HSA ഫിസിക്കൽ സയൻസ്, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ അച്ചടി വകുപ്പിലേക്കുള്ള റീഡർ ഗ്രേഡ് 2, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലേക്കുള്ള മ്യൂസിക് ടീച്ചർ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലേക്കുള്ള പ്രീ പ്രൈമറി ടീച്ചർ കന്നഡ നോയിക്, ആലപ്പുഴ ജില്ലയിലേക്കുള്ള അറബിക് ടീച്ചർ LPSലേക്കുള്ള അറബിക് ടീച്ചർ വിളിക്കുന്നുണ്ട്. കണ്ണൂർ ഇടുക്കി ജില്ലയിലേക്കുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി വിളിക്കുന്നുണ്ട്. വിവിധ ജില്ലയിലേക്കുള്ള സ്വയംഭരണ വകുപ്പിലേക്കുള്ള പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിളിക്കുന്നുണ്ട്. വിവിധ ജില്ലയിലേക്കുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിലേക്കുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് വിളിക്കുന്നുണ്ട്. വിവിധ ജില്ലയിലേക്കുള്ള മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 2, ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടം കൊണ്ടും തീരുന്നില്ല. കണ്ണൂർ ജില്ലയിലേക്കുള്ള അച്ചടി വകുപ്പിലേക്കുള്ള കോപ്പി ഹോൾഡർ കന്നഡ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ജില്ലയിലേക്കുള്ള മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 വിളിക്കുന്നുണ്ട്. പാലക്കാടിലേക്കുള്ള ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി വിളിക്കുന്നുണ്ട്. തിരുവനന്തപുരം വയനാട് ജില്ലയിലേക്കുള്ള NCA വകുപ്പിലേക്കുള്ള ഡ്രൈവർ ഗ്രേഡ് 2 വിളിക്കുന്നുണ്ട്. വിവിധ ജില്ലയിലേക്കുള്ള വിവിധ വകുപ്പിലേക്കുള്ള ഡ്രൈവർ ഗ്രേഡ് 2, അതുപോലെ തന്നെ ഇതെല്ലാം ഡ്രൈവർ എക്സാംസ് ആണ്. അപ്പോൾ ഡ്രൈവർ എക്സാംസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം വിളിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ലെക്ചർ മലയാളം, അതുപോലെ തന്നെ കേരള ഹയർ സെക്കൻഡറി വകുപ്പിലേക്കുള്ള മാത്തമാറ്റിക്സ് വിളിക്കുന്നുണ്ട്. പിന്നെ NCA റിക്രൂട്ട്മെന്റുകൾ ഒരുപാട് വിളിക്കുന്നുണ്ട്. കണ്ടല്ലോ, മെഡിക്കൽ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കേരള കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട്, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, നിയമന വകുപ്പിലേക്കുള്ളതും ഒക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പ്, ടൂറിസം, ട്രാക്കോ കേബിൾ, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഷിപ്പിംഗ്, അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ളതും, അങ്ങനെ ഒരുപാട് കമ്പനികളിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള NCA റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം വിളിക്കുന്നുണ്ട്. NCA റിക്രൂട്ട്മെന്റ് ജില്ലാതലം ഒരുപാട് കണ്ടല്ലോ, ഒരുപാട് വിളിക്കുന്നുണ്ട്. അത് NCA റിക്രൂട്ട്മെന്റ് ജില്ലാതലം വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധ്യതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിലവിൽ നമ്മുടെ വിവിധ ജില്ലയിലേക്കുള്ള സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിലേക്കുള്ള ട്രേസർ വിളിക്കുന്നുണ്ട്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള ഓർഗനൈസർ വിളിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അക്കൗണ്ടന്റ് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴ്പറയുന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് സർവീസിലേക്കുള്ള ഫോറൻസിക്കിന്റെ ചുരുക്കപ്പട്ടിക വരുന്നുണ്ട്. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള സംസ്കൃത സിദ്ധാന്തയുടെ ചുരുക്കപ്പട്ടിക വരുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പ്രൊഫസർ ഇൻ പാത്തോളജി, അതുപോലെ തന്നെ വ്യാവസായിക പരിശീലന വകുപ്പിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ, സ്റ്റേറ്റ് സെൻട്രൽ ലബോറട്ടറി ലൈബ്രറിയൻ ഗ്രേഡ് 4, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള UP ടീച്ചർ കന്നഡ, അങ്ങനെയുള്ളവരുടെയൊക്കെ ചുരുക്കപ്പട്ടികകൾ വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്കുള്ള ഫിറ്റർ ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള PSC ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2024 ഡിസംബറിലെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും
ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കോഴ്സ് ബാച്ച് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് വിശ്വസിച്ച് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതിന്റെ ക്ലാസ് നോട്ട്സ്, മെറ്റീരിയൽസ്, അങ്ങനെയുള്ള എക്സാംസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനുള്ളവർക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.